ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് ക്രൈസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് 2007-2009 കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അമേരിക്കയിൽ തുടങ്ങി ഇത് ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. The global financial and economic crisis 2007-2009. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടായെന്ന് നോക്കാം. അത് 2007-2009 ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് 1930-കളിൽ ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞിട്ട് വരുന്ന ലോകം കണ്ട മറ്റൊരു വളരെ സിവിയർ ആയിട്ടുള്ളൊരു ക്രൈസിസ് ആണിത്. ഓക്കെ, ഇത് US-ലാണ് ആരംഭിക്കുന്നത്. അതായത് ഒരു ഹൗസിംഗ് ആൻഡ് ബാങ്കിങ് സെക്ടർ, ഈ ഹൗസിംഗ് ആൻഡ് ബാങ്കിങ് സെക്ടറിൽ തുടങ്ങി അത് ലോകത്തിൽ മൊത്തം അങ്ങ് സ്പ്രെഡ് ആവുമായിരുന്നു. ഓക്കെ, ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്ന മാതിരി ഈ ഒരു ക്രൈസിസ് ലോകം മൊത്തം ഒരു ക്രൈസിസ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ക്വിക്ലി സ്പ്രെഡ് ടു ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് എക്കണോമീസ് അറൌണ്ട് ദ വേൾഡ്. ഇനി നമുക്ക് ഈ ഒരു ക്രൈസിസിന്റെ പ്രധാനപ്പെട്ട ആ ഒരു ഇയേഴ്സിന്റെ സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ നോക്കാം. ജസ്റ്റ് ടൈം ലൈൻ ആണ്, എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, എക്സ്പ്ലനേഷൻ പിന്നെ പറയാം. അത് 2001-2006 ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ US ഹൗസിംഗ് മാർക്കറ്റ്. US ഹൗസിംഗ് മാർക്കറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി. കുറഞ്ഞ പലിശയ്ക്ക് എന്താ ഉണ്ടായി, ഹൗസ് ഇങ്ങനെയുള്ള ഒരു ഓഫർ കൊടുത്തു. അപ്പോഴത്തേക്ക് ഒരുപാട് ഹൗസിംഗ് ബബിൾസ് ഉണ്ടായി, ഒരുപാട് വീടുകൾ ഉണ്ടാക്കപ്പെട്ടു. ഓക്കെ, ഈ 2007 ആയപ്പോഴത്തേക്കും ഈ വീടുകളുടെ എല്ലാം വിലയും കുറഞ്ഞു. ഓക്കെ, അത് ഒരുപാട് വീടുകൾ, അത് നോർമലി സപ്ലൈ കൂടുമ്പോഴത്തേക്കും അതിന്റെ വില കുറയത്തില്ലേ. അപ്പം ഈ ഹൗസ് പ്രൈസ് ബിഗാൻ ടു ഫോൾ, വിലയും കുറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഈ പ്രോപ്പർട്ടിയൊക്കെ മോർഗേജ് ആയിട്ട് വെച്ചേക്കല്ലേ. അപ്പോഴത്തേക്ക് മോർഗേജ് ആയിട്ട് വെച്ചപ്പോൾ അതിന് വാല്യൂ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കോസിങ് മെനി ബോറോവേഴ്സ് ടു ഡിഫോൾട്ട് ഓൺ ദെയർ മോർഗേജ്. അവരുടെ ഹൗസ് വെച്ചിട്ട് ഒരു ലോൺ ആ ഹൗസിംഗ് വെച്ചിട്ട് ലോൺ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മോർഗേജിന്റെ വാല്യൂ അവിടെ കുറഞ്ഞു. ഈ സെപ്റ്റംബർ 2008 ആയപ്പോഴത്തേക്കും, ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദ കൊളാപ്സ് ഓഫ് ലേമാൻ ബ്രദേഴ്സ്, ആ ഒരു കമ്പനിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ആ കമ്പനി കൊളാപ്സ് ആവുകയും ട്രിഗേർഡ് പാനിക് ഇൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അവർ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഒരു ട്രിഗർ സൃഷ്ടിക്കുകയും ചെയ്തു. 2008 ടൈം ലൈൻ മാത്രമാണ്, എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇത് ടൈം ലൈൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 2008-2009 ആയപ്പോഴത്തേക്കും ബാങ്ക്സ് ലെൻഡിങ് കുറച്ചു. ബാങ്ക്സ് വായ്പ കൊടുക്കുന്നത് കുറച്ചു. കാര്യം ഈ മോർഗേജ് വെച്ചല്ലേ കൊടുക്കുന്നത്, ഹൗസിംഗിനൊന്നും വാല്യൂ ഇല്ല. പിന്നെ ബിസിനസ് കട്ട് ബിസിനസ്സുകൾ ഇൻവെസ്റ്റ്മെന്റുകൾ കുറച്ചു, അൺഎംപ്ലോയ്മെന്റുകൾ ഉണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ റിസഷനിലേക്ക് കടന്നു, അത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ യുഎസിൽ നിന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന രാജ്യങ്ങൾ ആ ഒരു ക്രൈസിസിന്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അതായിരുന്നു അതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത് ഹൗസിംഗ് ബബിൾ എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. അതായത് US-ലെ ഹൗസ് പ്രൈസ്, അതായത് ഒരു വീട് വാങ്ങുന്നതിനുള്ള വില, ആ വീടിന്റെ വില നന്നായിട്ട് കൂടി, ഹൗസ് പ്രൈസ് കൂടി. ഓക്കെ, അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റാപ്പിഡ് ഡ്യൂ ടു ഈസി ആക്സസ് ടു മോർഗേജ് ലോൺ, അതായത് പെട്ടെന്ന് അവർക്ക് ലോൺ എടുക്കാമെന്നുള്ളൊരു സ്ഥിതി വന്നു. അതായത് ഈ ഹൗസിന്റെ വില കൂടി നിൽക്കില്ല, അപ്പോഴത്തേക്ക് ഈ ഹൗസ് മോർഗേജ് ആയിട്ട് പണയമായിട്ട് വെച്ചിട്ട് ലോൺ എടുക്കാവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, ഈ ഹൗസ് പ്ലെഡ്ജ് ചെയ്ത് മോർഗേജ് ആക്കി വെച്ചിട്ട് ലോൺ എടുത്തു. മെനി പീപ്പിൾ ബോട്ട് ഹോംസ് എക്സ്പെക്ടിങ് പ്രൈസസ് ടു കണ്ടിന്യൂ റൈസിങ്. വീണ്ടും ഈ വീടിന്റെ വില കൂടും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആൾക്കാർ വീടുകൾ വാങ്ങിച്ചു കൂട്ടി. ഓക്കെ, ലോൺ കിട്ടുമല്ലോ. ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഹൗസിങ്ങിന്റെ പ്രൈസ് അങ്ങ് കുറയാൻ തുടങ്ങി. കുറച്ച് ഞാൻ ടൈം ലൈനിൽ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ ഹൗസിന്റെ വില കുറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ഹോം ഓണേഴ്സ്, വീട് വാങ്ങിച്ചു കൂട്ടിയവർ ഓവ്ഡ് മോർ ദാൻ ദെയർ ഹോംസ് വെയർ വർത്ത് ആൻഡ് സ്റ്റോപ്ഡ് റീപേയിങ് ലോൺ. അവർ ലോൺ അടയ്ക്കുന്നെങ്കിൽ നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ലോൺ അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കമ്പനി വീടൊന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ, കുഴപ്പമില്ല. അതായത് അവരെടുത്ത ലോണിനെക്കാട്ടിലും കുറവാണ് ആ വീടിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് പോയാലും കുഴപ്പമില്ല, അവർക്ക് ഓൾറെഡി കാശ് കയ്യിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ലോൺ അടയ്ക്കുന്നെങ്കിൽ നിർത്തി. ഇൻ കേസ് അവർ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം സംഭവിക്കും. കാര്യം അവർ ഒരു വാല്യൂ ഇല്ലാത്തൊരു സാധനത്തിന്റെ മേലാണ് ലോൺ അടയ്ക്കുന്നത്. ഓക്കെ, ഇതിനോടൊപ്പം ഉള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സബ് പ്രൈം മോർഗേജ് ലെൻഡിങ് ആണ്. ഓക്കെ, ഈ സബ് പ്രൈം മോർഗേജ് ലെൻഡിങ് എന്ന് പറയുന്നത്, അതായത് ഈ ബാങ്കുകൾ ഹൈ റിസ്ക് ബോറോവേഴ്സ്, അതായത് ഹൈ റിസ്ക് എന്ന് പറയുന്നത് ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് പോലും മോർഗേജുകൾ കൊടുത്തു, എന്നിട്ട് ലോൺ കൊടുത്തു. ഓക്കെ, പുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ളവർക്ക് വരെ. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഡോക്യുമെന്റേഷൻ മതി, കുറച്ച് അവരുടെ പ്രധാനപ്പെട്ട രേഖകളൊന്നും വേണ്ട. ഇനീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്, ആദ്യം കുറച്ച് പലിശ അടച്ചാൽ മതി. പിന്നെ എന്ന് പറയുന്നത് ഹൈ ലോൺ ടു വാല്യൂ റേഷ്യോസ് ഹൈ ആണ്. ഇപ്പൊ കൊടുക്കുന്ന മോർഗേജിന് ഇപ്പം 1 കോടി രൂപയുടെ വസ്തു ആണെന്നുണ്ടെങ്കിൽ, വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പം 99 ലക്ഷവും ലോണായിട്ട് കൊടുക്കും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു. ഹൈ വാല്യൂ അത്രയും കൊടുക്കാൻ പാടില്ല, അതിനൊരു പെർസെൻറ്റേജ് ഉണ്ട്. അപ്പം ഹൈ വാല്യൂവിൽ ലോൺ ടു
വാല്യൂ റേഷ്യോസിൽ ലോൺ കൊടുത്തു. അപ്പം ഒരുപാട് ബോറോവേഴ്സ് എന്ത് ചെയ്തു, മെനി ബോറോവേഴ്സ് കുഡ് നോട്ട് റീപേ വൺസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻക്രീസ്ഡ്. അതായത് എല്ലാവരും ലോൺ എടുത്ത് കൂട്ടി. ആദ്യം ഇതിന്റെ ഈ അട്രാക്ഷൻ എല്ലാം കൊണ്ട് ആൾക്കാർ ലോൺ എടുത്ത് കൂട്ടി, പിന്നീട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതായി. ഇത് രണ്ടാമത്തെ കാരണം. ഇനി നമുക്കിത് വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ഓഫ് മോർഗേജ് എന്നൊരു സിസ്റ്റമാണ്. ഇത് എന്താണെന്ന് പറയാം. ഇപ്പം ഇത്രയും നാള് ഇത് US മാത്രം നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ബാങ്ക്സ് ബണ്ടിൽഡ് തൗസൻഡ്സ് ഓഫ് മോർഗേജ്, ഇപ്പൊ വിലയില്ലാത്ത മോർഗേജുകളല്ലേ, അതെല്ലാം ബണ്ടിൽ ചെയ്തിട്ട് അത് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ആക്കി മാറ്റി, മറ്റൊരാൾക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒന്നാക്കി മാറ്റി. നോൺ ആസ് മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്, MBS എന്ന് പറയും. ഇങ്ങനെ ഒരു മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിന്റെ എന്ന പേരിൽ ഈ ലോകത്താകമാനമുള്ള ഇൻവെസ്റ്റേഴ്സിന് അതങ്ങ് വിറ്റു. ഓക്കെ, ഇതാണ് സ്പ്രെഡ് ആവാനുള്ള കാരണം വേൾഡ് വൈഡ് ആയിട്ട്. അപ്പം ഇങ്ങനെ ഈ സെക്യൂരിറ്റീസ് വൈഡായിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ലോകത്തിലെ എമ്പാനം ആൾക്കാർ ഇങ്ങനെ കയ്യിൽ വെച്ചേക്കാൻ നേരത്ത് മോർഗേജ് ഡിഫോൾട്ട് സ്പ്രെഡ് ലോസസ് ത്രൂ ഔട്ട് ദ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം. അതായത് ഗ്ലോബൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഈ മോർഗേജ് ഡിഫോൾട്ടുകൾ ഉണ്ടായി. അങ്ങനെയാണ് ഇത് വേൾഡ് മൊത്തം സ്പ്രെഡ് ആയത്. പിന്നെ അടുത്ത കാരണം എന്ന് പറയുന്നത് എക്സസീവ് റിസ്ക് ടേക്കിംഗ് ബൈ ബാങ്ക്സ് ആണ്. അതായത് ബാങ്കുകളുടെ എക്സസീവ് ആയിട്ടുള്ള റിസ്ക് ടേക്കിംഗ്, എല്ലാം ഒരു എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പണത്തോടുള്ള ഒരു ആർത്തി, അതാണ് എൻ്റെ എല്ലാത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാങ്കുകൾ എന്ത് ചെയ്തു, ഹൈ ലിവറേജിൽ ഒരുപാട് ബോറോ ചെയ്തിട്ട് അത് മാത്രമല്ല ഇൻവെസ്റ്റഡ് ഇൻ റിസ്കി അസറ്റ്, ഒരുപാട് റിസ്കി അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തു. അത് മാത്രമല്ല ഹെൽഡ് ഇൻസഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ടു അബ്സോർബ് ലോസസ്, അതായത് ലോസ് അബ്സോർബ് ചെയ്യാനുള്ള ക്യാപിറ്റൽ അവിടെ കൈവശം ഇല്ല. ഓക്കെ, ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നികത്താനുള്ള ക്യാപിറ്റൽ ഇല്ലാതെ ഉള്ള ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ, ഓക്കെ, ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഇല്ലാതെ പോയി. ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഈ മോർഗേജിൻ്റെ വാല്യൂ കൊളാപ്സ് ആവുന്നത്. നേരത്തെ വിറ്റ മോർഗേജിൻ്റെ വാല്യൂ ഇല്ലേ, MBS, അതിൻ്റെ വാല്യൂ കൊളാപ്സ് ആയി. മെനി ബാങ്ക്സ് ബിക്കെയിം ഇൻസോൾവെന്റ്. അപ്പോൾ അവരുടെ കയ്യിൽ അതാണ് വാല്യൂ ഇല്ലാത്തൊരു സാധനം എടുത്ത് വെച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ അതൊരു വിലയില്ലാത്ത വസ്തു കയ്യിരിക്കുകയാണ്. അവർ റിക്വയർഡ് ഗവൺമെന്റ് സപ്പോർട്ട്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് ഗവൺമെന്റിന്റെ സഹായം ആവശ്യമായിട്ട് വന്നു. പിന്നെ ഉണ്ടായത് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് വീക്ക് ഫൈനാൻഷ്യൽ റെഗുലേഷൻ ആണ്. അപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ നടപടിയാണ് എനിക്ക് പറയാൻ പോകുന്നത്. അതായത് ഗവൺമെന്റ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് ഫെയിൽഡ് ടു ആഡിക്വേറ്റ്ലി സൂപ്പർവൈസ്. അതായത് ഗവൺമെന്റ് റെഗുലേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, അവർ പരാജയപ്പെടുകയാണുണ്ടായത്. ഏത് കാര്യത്തിൽ? ഇപ്പം മോർഗേജ് ലെൻഡിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിൽ ഒരു മോർഗേജിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. എന്നാലേ ആ മോർഗേജ്, ആ വെച്ചേക്കുന്ന ഉരുപ്പടി അതിന് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ലോൺ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പം മോർഗേജ് ലെൻഡിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസിൽ പരാജയപ്പെട്ടു. കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. റിസ്ക് മാനേജ്മെന്റ് പ്രാക്ടീസിലൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അതിനോടനുബന്ധമായിട്ടുണ്ടായി. ഓക്കെ, ദിസ് അലൗഡ് എക്സസീവ് റിസ്ക് ടു ബിൽഡപ്പ്. അപ്പം എന്താണ്, ഒരു എക്സസീവ് ആയിട്ടുള്ള റിസ്ക് ഉണ്ടായി ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ള, അതായത് ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് മറികടക്കുന്നതിനുള്ള ഒരു റിസ്ക് അവിടെ ഉണ്ടായി. ഇനി ഇതിനോടൊപ്പം സംഭവിച്ച മറ്റു കാര്യങ്ങളിലൊന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയിലിയർ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്, അവർ ഹൈ ക്രെഡിറ്റ് റേറ്റിംഗിൽ, അത് റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റീസുകൾക്ക്, ഓക്കെ, വെരി റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റികൾക്ക് ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്തു. അപ്പോൾ ഇവർ ഈ റിസ്ക് ഒക്കെ അറിയാതെ ആൾക്കാർ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടി. ഓക്കെ, അത് ഇൻവെസ്റ്റേഴ്സ് അണ്ടർ എസ്റ്റിമേറ്റഡ് ദ ലൈക്ലിഹുഡ് ഓഫ് ലോസസ്. ഓക്കെ, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷനിലേക്ക് ഇടയായത് മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇത് വാങ്ങിച്ചിരുന്നു. അങ്ങനെയാണ് സ്പ്രെഡ് ആവാനുള്ള കാരണം. ബാങ്ക്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് അക്രോസ് യൂറോപ്പിലുള്ളവർ, ഏഷ്യ ആൻഡ് അതർ റീജിയൻസ് പർച്ചേസ്ഡ് US മോർഗേജ് റിലേറ്റഡ് സെക്യൂരിറ്റീസ്. ഓക്കെ, അത് ഒരുപാട് രാജ്യങ്ങൾ പെട്ടുപോയി. അത് ആസ് എ റിസൾട്ട് ദ ക്രൈസിസ് സ്പ്രെഡ് റാപ്പിഡ്ലി അക്രോസ് നാഷണൽ ബോർഡേഴ്സ്. ആ രാജ്യാതിർത്തി വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് ഇങ്ങനൊരു പർച്ചേസ് വന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇത് കാരണം ഉണ്ടായ ഇതിൻ്റെ അനന്തരഫലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, ബാങ്കിങ്ങുകളെല്ലാം ഫെയിലായി. മനസ്സിലല്ലേ, മോർഗേജിനൊന്നും വാല്യൂ ഇല്ല, പിന്നെ എന്ത് ബാങ്ക്? അപ്പം സെവറൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊളാപ്സ്ഡ് ഓർ റിക്വയർഡ് ഗവൺമെൻറ് റെസ്ക്യൂ പാക്കേജസ്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചില്ലായിരുന്നു. കോൺഫിഡൻസ് ഇൻ ദ ബാങ്കിങ് സിസ്റ്റം ഡിക്ലൈൻഡ് ഷാർപ്ലി. അത് ബാങ്കിനോടുള്ള ആ ഒരു ആൾക്കാരുടെ ഒരു വിശ്വാസം തന്നെ അവിടെ നഷ്ടപ്പെട്ടു. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ റിസഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റ് രാജ്യങ്ങളോട് സ്പ്രെഡായെന്ന് പറഞ്ഞത്. ഇപ്പം മെനി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്തു? നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. ഇപ്പോൾ ബാങ്ക് ഫൈനാൻഷ്യൽ സെക്ടർ പരാജയപ്പെടുകയാണ്. അപ്പോൾ നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് കുറയും. ഫാളിങ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അത് മറ്റു രാജ്യങ്ങളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരെ ബാധിച്ചു. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ GDP ബാധിക്കുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി, ആ രാജ്യത്തെ ഉത്പാദനം കുറയുകയാണ്. അപ്പം അതാണ് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു മോശമായ വശം എന്ന് പറയുന്നത്. പിന്നെ
റെഡ്യൂസ്ഡ് ട്രേഡ് രാജ്യങ്ങൾ, അത് ഒരു രാജ്യത്ത് ഉൽപ്പന്നം ഉണ്ടായാലേ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അത് നടന്നില്ല. ലോവർ ഇൻവെസ്റ്റ്മെന്റ്, അത് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൾക്കാർക്ക്, അതായത് ഡിമാൻഡ് ഇല്ല, ആൾക്കാർ അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ ഇല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഗ്ലോബൽ GDP ഗ്രോത്ത് സ്ലോഡ് ഡ്രമാറ്റിക്കലി ഡ്യൂറിങ് 2008-2009. അത് മൊത്തത്തിൽ ആഗോള തലത്തിലുള്ള GDP, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രാജ്യങ്ങളുടെയും പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു 2008-2009 കാലഘട്ടത്തിൽ. അടുത്ത ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് റൈസിങ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ഇതിനോടനുബന്ധിച്ച് നല്ല മാനപ്പടക്കം പോലെ വരുന്നൊരു സംഭവമാണ് ഇതൊക്കെ. അതായത് ഒന്ന് അടുത്തതിനെ അഫക്റ്റ് ചെയ്യും, അടുത്ത അഫക്റ്റ് ചെയ്യും. അതായത് റൈസിങ് അൺഎംപ്ലോയ്മെന്റ് വെച്ചാൽ ബിസിനസ്സസ് റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ GDP പറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയത്തില്ലേ. അപ്പം അതിന് ലെയ്ഡ് ഓഫ് വർക്കേഴ്സ്, ആൾക്കാരെ പിരിച്ചു വിട്ടു. മില്യൺസ് ഓഫ് പീപ്പിൾ ലോസ് ദെയർ ജോബ്സ്. ഇത്രയും ആൾക്കാർ, ഒരുപാട് ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അതായത് കൂടുതലും കൺസ്ട്രക്ഷൻ, ഫൈനാൻസ്, മാനുഫാക്ചറിങ് ഫീൽഡിലുള്ളവർക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കൺസ്യൂമർ സ്പെൻഡിങ് അവിടെ കുറയും. കൺസ്യൂമർ ഫാൾ ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്. ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ സ്പെൻഡിങ് ഇല്ല, അതായത് സ്പെൻഡ് ചെയ്യേണ്ട അവരുടെ സ്പെൻഡിങ് കുറഞ്ഞു. അത് കൺസ്യൂമർ ലോസ്റ്റ് വെൽത്ത്, അതായത് ആൾക്കാർ അവരുടെ വെൽത്ത്, അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഹൗസ് പ്രൈസസ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലൈൻഡ്. ഈ ഹൗസ് പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലൈൻ ആയപ്പോഴത്തേക്ക് അവരുടെ വെൽത്ത് നഷ്ടപ്പെട്ടു. അതായത് അതിനുള്ള വാല്യൂ നഷ്ടപ്പെട്ടു. ഓക്കെ, നോട്ട് കെട്ടുകൾക്ക് അത് നോട്ടിന് ഒരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സാധനം മേടിക്കാൻ പറ്റും. അതുപോലെ ഈ ഹൗസ് പ്രൈസിന് വില കുറഞ്ഞു. അപ്പോൾ ബിക്കെയിം അൺസർട്ടൻ അബൌട്ട് ഫ്യൂച്ചർ ഇൻകം, ഭാവി വരുമാനത്തെക്കുറിച്ച് അവർക്ക് സെർട്ടനിറ്റി ഇല്ലാതായി. ഇൻക്രീസ്ഡ് സേവിങ് ആൻഡ് റെഡ്യൂസ് സ്പെൻഡിങ്. ആൾക്കാർ ഭാവിയിലേക്ക് വേണ്ടി കൂടുതൽ സേവ് ചെയ്യാൻ തുടങ്ങി, സ്പെൻഡിങ് കുറച്ചു മാക്സിമം. ഓക്കെ, അപ്പം ലോവർ കൺസംഷൻ, അതായത് കൺസംഷൻ, ആൾക്കാർ സാധനങ്ങളൊന്നും മേടിക്കാതെ കൂടുതലും സേവ് ചെയ്യാൻ തുടങ്ങി. ഫർദർ റെഡ്യൂസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റി, വീണ്ടും എക്കണോമിക് ആക്ടിവിറ്റി അവിടെ അതായത് ഒന്നിനുമേൽ ഒന്നായിട്ട് ഇങ്ങനെ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടിരുന്നു. അടുത്തെന്ന് പറയുന്നത് ക്രെഡിറ്റ് ക്രഞ്ചാണ്. അതിൻ്റെ അടുത്ത ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാങ്ക്സ് ബിക്കം റിലക്റ്റന്റ് ടു ലെൻഡ് ബിസിനസ്സസ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ഫൈനാൻസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ബിസിനസ്സുകൾക്ക് ബാങ്ക് പൈസ കൊടുക്കത്തില്ല. കാര്യം എന്താണ്, അവർ മടി കാണിച്ചു, അവർ റിലക്റ്റൻ്റ് ആയി. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അത് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലല്ലോ, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല മേടിക്കാൻ, പിന്നെ പ്രൊഡ്യൂസ് വെച്ചിട്ട് എന്തൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി. ആൻഡ് ഹൗസ് ഹോൾഡ്സ് ഫേസ്ഡ് ടൈറ്റർ ബോറോയിങ് കണ്ടീഷൻസ്. അതായത് എന്താ കൂടുതൽ ബോറോയിങ് ചെയ്യുന്നത് വളരെ ടൈറ്ററായിട്ട് വന്നു. അവർക്ക് വായ്പയൊന്നും ബാങ്കിൽ നിന്ന് കിട്ടാതെ വന്നു. ഓക്കെ, അപ്പം അടുത്തത് ഗവൺമെൻറ് ബെയിൽ ഔട്ടാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. അതായത് മെനി ഗവൺമെൻറ് സ്പെൻഡ് ലാർജ് എമൗണ്ട്സ് ഓഫ് പബ്ലിക് മണി ടു റെസ്ക്യൂ ബാങ്ക്സ്. നേരത്തെ വന്നിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ട് ഈ ബാങ്കുകളെ രക്ഷപ്പെടുത്താൻ നോക്കി. ഓക്കെ, എന്നിട്ട് ആ മൊത്തത്തിലുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ തന്നെ ഒന്ന് നിലനിർത്താൻ വേണ്ടി, ഒന്ന് സ്റ്റെബിലൈസ് ആക്കി നിർത്താൻ വേണ്ടി നോക്കി. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യും? പിന്നെ മറ്റു രാജ്യങ്ങൾ IMF എന്നൊക്കെ കടമെടുക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബോറോ ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് ഡെറ്റ് എന്നുള്ള സാധനമുണ്ട്, പൊതുക്കടം അങ്ങ് വർദ്ധിച്ചു. ഓക്കെ, ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ കടമെടുത്തപ്പോഴത്തേക്ക് പബ്ലിക് ഡെറ്റ് വർദ്ധിക്കുകയുണ്ടായി. അടുത്ത ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷണറി മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് വന്നു. ഓക്കെ, അതായത് ആൾക്കാരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് കേട്ടോ. മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്കിൻ്റെയും ഫിസിക്കൽ പോളിസി ഗവൺമെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കുറച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ആൾക്കാർക്ക് വായ്പ സൗകര്യം ലഭ്യമാവും, ആൾക്കാർ കൂടുതൽ ലോൺ എടുക്കും, അവർക്ക് സ്പെൻഡിങ് ഹാബിറ്റുകൾ വരും. ഓക്കെ, അത് വളരെ നല്ല രീതിയിൽ കുറച്ചു. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വർക്കാവാതെ വരുമ്പോഴത്തേക്ക് വേറെ കുറേ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. ഇലക്ട്രോണിക് മണി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ അപ്പോഴത്തേക്ക് ഈ ഇലക്ട്രോണിക് മണി വെച്ചിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാന്നുള്ള രീതികളൊക്കെ ആരംഭിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൽ വരുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കാണ് കൊണ്ടുവന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസിയിലെ ഗവൺമെൻറ് അവർ ആ എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി വന്നത് പബ്ലിക് സ്പെൻഡിങ്ങുകൾ, അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ബ്രിഡ്ജ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്, റോഡ്, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ അത് മാത്രമല്ല ടാക്സ് കുറയ്ക്കുകയും ചെയ്യും. ടാക്സ് കുറയ്ക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പണം, ടാക്സ് കുറച്ചടച്ചാൽ മതി, അപ്പോൾ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആൾക്കാരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ആൾക്കാരുടെ കയ്യിൽ പണം എത്തിക്കാമോ, അവർക്കുടെ സ്പെൻഡിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കാമോ, ആ രീതികളെല്ലാം നോക്കി. പിന്നെ അടുത്തത് ഇംപ്ലിമെൻറ്റഡ് ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജ്. ഫിസിക്കൽ സ്റ്റിമുലസ്, അതായത് ഏതൊക്കെ രീതിയിൽ ഫിസിക്കലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാമോ ആ പാക്കേജുകളെല്ലാം ഗവൺമെൻറ് അവലംബിച്ചു. ദീസ് പോളിസീസ് എയിംഡ് ടു റീസ്റ്റോർ കോൺഫിഡൻസ് ആൻഡ് സപ്പോർട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ രണ്ട് പദ്ധതികളും സെൻട്രൽ ബാങ്കും ഗവൺമെൻറ്റും കൊണ്ടുവന്നത്. അടുത്ത് നടന്നത് ഇന്റർനാഷണൽ ട്രേഡ് ഡിക്ലൈൻഡ് ആണ്.
അത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ വിത്ത് ഫാളിങ് ഗ്ലോബൽ ഡിമാൻഡ് മൊത്തത്തിൽ കുറയല്ലേ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എക്സ്പോർട്ട് കുറയും, ഇമ്പോർട്ട് കുറയും. പിന്നെ മെനി എക്സ്പോർട്ട് ഡിപ്പെൻഡൻറ്റ് കൺട്രീസ് എക്സ്പീരിയൻസ് സ്ലോവർ ഗ്രോത്ത്. അതായത് എക്സ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ ഗ്രോത്ത് കുറയും. അത് സാധനം മറ്റു രാജ്യങ്ങളിൽ വിറ്റാലേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ. അടുത്തത് സോവറിൻ ഡെറ്റ് പ്രോബ്ലം. എന്താണ് ഡെറ്റ് പ്രോബ്ലം ഉണ്ടായത്? ഇപ്പോൾ ഹയർ ഗവൺമെൻറ് ബോറോയിങ് ഫോളോയിങ് ബാങ്ക് റെസ്ക്യൂസ്. അതായത് ഈ ഒരുപാട് ഗവൺമെൻറ് ബോറോ ചെയ്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ബോറോ ചെയ്യുന്നത്? ബാങ്കുകളെ കരകയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഡെറ്റ് അവിടെ വർദ്ധിക്കുന്നു. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്യൻ സോണിൽ, യൂറോ സോണിലുള്ള രാജ്യങ്ങളിലാണ് ഈ 2008 2009 കഴിഞ്ഞ് അതിനെ തുടർന്നുണ്ടായ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.